ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പറഞ്ഞു. മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ് നമ്മൾ. അതെ ഗൈസ്, നമ്മൾ അഗൈൻ മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇവന്മാർക്ക് എന്താ മന്തി കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ പരിപാടി എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. നമ്മുടെ യാസീനുണ്ട്. അതെ, അപ്പൊ സംഭവിച്ചാൽ ഇന്ന് നമ്മൾ ടീച്ചറിന്റെ വീട്ടിൽ പോയി. നമ്മുടെ റെസിഡന്റ് ടീച്ചറിന്റെ വീട്ടിൽ പോയായിരുന്നു. ടീച്ചറിന്റെ ഉമ്മായി വയ്യാതെ ഇരിക്കുവായിരുന്നു. അപ്പൊ നമ്മൾ ഉമ്മയെ പറയാനില്ല. ഓക്കെ, അപ്പൊ ടീച്ചറിന്റെ വീട്ടിൽ പോയി. അപ്പൊ ടീച്ചറിന്റെ വീട്ടിൽ നമ്മൾ യാസീനെ തൂക്കി. ഇല്ല കുഴപ്പമില്ല, കുഴപ്പമുണ്ട്. നമ്മൾ എവിടെ ഉണ്ടാ എവിടെ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? എന്തോ സ്ഥലത്തിന്റെ പേര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അകത്ത് വന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം കാണാം. എന്തെങ്കിലും കേക്ക് പറഞ്ഞ കേക്കോ വരുന്നില്ല. അപ്പം നോക്കാം. യാസീൻ ഇവിടെ ഇരിപ്പുണ്ട്. യാസീൻ ഓർഡർ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തോ കാര്യമായിട്ട് ബിസിനസ് മീറ്റിൽ ഇരിക്കുകയാണ്. എന്തിനാണ് വന്നത്? നമ്മൾ മന്തി കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നലെ വന്നല്ലേ, എന്നെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ മന്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിഴിയുണ്ട്, കിഴി മന്തി, കെട്ട്, പെരി പെരി, ബാർബിക്യൂ, അറബിക്ക് പറയാം. സ്മോക്കി പറഞ്ഞാലോ? സ്മൂത്താ, സ്മോക്കി. എങ്ങനെ പറയണം? സ്മോക്കി മൂന്നാർ കഴിക്കാൻ എന്ന് പറയുമ്പോ ഹാഫും ബോട്ടിലാണ്. നമ്മളങ്ങനെ മന്തി ഏതായിരുന്നു നമുക്ക് ഇത് മാത്രം മാറ്റിട്ടേ പീസ് മാത്രം മാറ്റിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കഴിയോ ചിട്ടാണോ അത് പറയാം. മന്തി പറഞ്ഞിട്ട് ആകെ ഇൻട്രോ പിന്നെ എടുക്കാം. സ്മോക്കി ഒരു മസാല ടൈപ്പാണോ സ്പൈസി ടൈപ്പാണോ ഏതാണ്? അത് വരണവരെ തിന്നാൻ വരണവരെ തിന്നാൻ ചെറിയ ചെറിയ സ്നാക്സ് അങ്ങനെ യാസിന്റെ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത യാസിന് ഒരു ലേസ് ഷവർമ്മയോടെ പറഞ്ഞേക്കാണ്. എന്താവുന്ന യാസിനെ മാത്രമേ ചീസ് ബോക്സ് പറയണം. വില കുറവാണ്. ഒരു രൂപ വന്നിട്ടുണ്ട്. ചീസ് ബോക്സ് ഇതാണ്. നമ്മൾ ബിസിനസ് മീറ്റ് അല്ലേ ഓർഡർ ചെയ്ത് നമ്മൾ ലേസ് ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട്. കേട്ട് കാണത്തില്ല. The shawarma that blends with lace and chili chicken is added and അതെ, യാസീൻ പറഞ്ഞതാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. പ്രൈവസി ആരെയാണ് ഒന്നുമില്ല ഉണ്ടായി. സീറ്റുണ്ട്, ചില സീറ്റില്ല. ഇർഫാൻ മോളിൽ സീറ്റ് ഉണ്ടോ നോക്കാൻ പോയേക്കാണ്. നമ്മള് ഇതിനകത്തുനിന്ന് പറയാൻ മറന്നില്ലേ, ഏതോ ഓർഡർ ചെയ്ത് ഈ വയ്യ.
വെളി പോണോ പറഞ്ഞിട്ട് ഗൈസ് നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് മുകളിൽ പോകാന്ന് ഇർഫാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പോവുകയാണ്. ഇർഫാന്റെ ബാഗിൽ കണ്ടോ തോട്ട്ഫുള്ളി ഷേപ്പിംഗ് പ്ലസ് ഫ്യൂച്ചർ. ഷേപ്പിംഗ് ഫ്യൂച്ചറോ അല്ലെങ്കിൽ പുറയിൽ എന്താ എഴുതിയേക്കുന്നത്? പുറയില് ഷേപ്പിംഗ് ഫ്യൂച്ചർ. അളിയ എല്ലാരും നോക്കട്ടളിയ. പടിവഴിയാണ് നമ്മൾ മുകളിൽ കയറുന്നത്. ഇർഫാൻ പറയുന്നത് അനുസരിച്ച് മുകളിൽ കയറിയാൽ വൈബ് കിട്ടും എന്നാണ് ഇർഫാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു ബയോളജി പഠിക്കുകയാണ്. യാസിന്റെ സംശയം സിനാപ്സ് എന്താണെന്ന് അറിയാമോ എന്നാണ് യാസിൻ ചോദിക്കുന്നത്. പറഞ്ഞു കൊടുക്കും. അപ്പൊ ശരി, സിനാപ്സ് എന്ന് പറഞ്ഞാല് ബയോളജി ഇപ്പൊ പത്തി പഠിക്കുന്ന പിള്ളേർക്കറിയില്ലേ? ബയോളജി ഇപ്പൊ പത്തി പഠിക്കുന്ന പിള്ളേർക്ക് നിനക്കറിയോ സിനാപ്സ് ഒക്കെ? പഠിച്ചിട്ടുണ്ട്. Synapse is the junction between two interneurons. I know. Yeah. അപ്പൊ യാസിന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതിനാൽ യാസീൻ പൈസ ഇർഫാന്റെ കിടിലം ഫാംപേയിലോട്ടാണ് ഇടുന്നത്. അത് ഞാൻ ബാങ്കിൽ പോയില്ല, അല്ലേ ഞാൻ എടുക്കും. കേൾക്കുക. അപ്പം ഫാംപേ എന്തെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ഫാംപേ എന്ന് പറഞ്ഞാൽ UPI ആപ്പാണ്. ആധാർ കാർഡ് മാത്രം മതി ഫാംപേ എടുക്കണമെങ്കിൽ. പൈസ അയക്കാനുള്ള പൈസ അയക്കാനുള്ള അല്ലടാ, അതിന് UPI ID ഉണ്ട്. വാലറ്റ് ഐഡി ആണ്, UPI ID ഇല്ല. അപ്പൊ എന്തോ ആപ്പ് യാസിൻ പറഞ്ഞ പോലെ തന്നെ വാലറ്റ് ആപ്പാണ് ഫാംപേ എന്ന് പറയുന്നത്. ആധാർ കാർഡ് മാത്രം മതി. അത് ആധാർ കാർഡ് മാത്രം വെച്ചാൽ അത് ബാങ്ക് ആയിട്ട് ലിങ്ക് ഇല്ല. ചെറിയ എമൗണ്ട് ഒക്കെ വാലറ്റ് ആയിട്ട്, ഇപ്പൊ ഒരു കാർഡിൽ പൈസ ഉള്ളതുപോലെ ഒരു ഓൺലൈൻ സിസ്റ്റത്തില്, ഓൺലൈൻ സെർവറിൽ പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് അത് അയക്കാൻ പറ്റും. അതാണ് ഫാംപേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജെല്ലിക്കെട്ട് മന്തിയായി നമ്മൾ ആ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇപ്പം മന്തി വന്നിട്ട് നമുക്കിനി കാണാം. അതിന്റെ ഇടയ്ക്ക് ഇർഫാന്റെ പല കുരുത്തക്കേടുകളും ഉണ്ടെങ്കിൽ അത് എടുത്തിടാം. അത് യാസിന്റെ അടുത്തത് 2 മാസം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും? അതെ, യാസിൻ വണ്ണം വെച്ച യാസിൻ 2 മാസത്തിന് ശേഷം ജിമ്മനിലല്ല വണ്ണം കുറയ്ക്കുമെന്നാണ് യാസിൻ പറയുന്നത്. യാസിന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണണമെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റ് ചെയ്യൂ, എല്ലാം ചെയ്യൂ. അതെ, അപ്പൊ നമ്മള് 2 മാസം യാസിനെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന കാണാം. പിന്നെ മറ്റേ വീഡിയോ ഇല്ലല്ലോ, പോയല്ലേ? ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ അതിൽ കയറി കാണുക. വൈഫോർ എന്നാണ് പേര്. ആദ്യമേ CR എന്നായിരുന്നു. പുള്ളിക്ക CR7 ഫാൻ ആയിരുന്നു. ഇപ്പോഴും CR7 ഫാനാണ്. ഇല്ല, എന്റെ അടുത്ത് വണ്ടി പറഞ്ഞ മെസ്സി ഫാനാണ്. അപ്പം ഇതൊക്കെ ഇട്ടാ ഏറെ മതി. സംഭവിച്ചല്ലേ, ഇവന് ഫുട്ബോളിനെ പറ്റി ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വലിയ കാര്യത്തിൽ സംസാരിക്കാത്തത്. CR7 ഏത് ടീമിലാണ് കളിക്കുന്നത്? പോർച്ചുഗലിൽ എത്ര പേരുണ്ട്? 11. സബ്ബൊക്കെ ഉണ്ട്. ഓക്കെ, പോർച്ചുഗലില് കളിക്കുന്ന ഒരു പ്ലെയറിന്റെ പേര് പറ. റൊണാൾഡോ അല്ല. റൊണാൾഡോയുടെ ഫുൾ നെയിം പറ. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ അല്ലേ? തന്നെ അറിയത്തില്ല. ലോക ക്രിക്കറ്റ് അല്ല, ഫുട്ബോൾ താരമായ റൊണാൾഡോയെ പുച്ഛിക്കുന്ന ഇർഫാൻ. ഇർഫാന്റെ ഫുൾ നെയിം എന്താണെന്നറിയോ? മുഹമ്മദ് ഇർഫാൻ സുനാനി സുബൂബി. ഇത് പറ നീ വിഷയം. ക്രിസ്ത്യാനോ റൊണാൾഡോ സാന്റോസ് അവേറോ. ഓക്കെ ഓക്കെ. അപ്പം ഫുട്ബോളില് ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ല, പോർച്ചുഗലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലാതെ ഒരു പ്ലെയറിന് പേരോ? എംബാപ്പെ. റിയൽ മാഡ്രിഡ് എന്തുവാ? ഗ്രൂപ്പോ? റിയൽ മാഡ്രിഡ്, ബാർസലോണ. എന്താണ് ഇതൊക്കെ ഓരോ ടീമുകളുടെ തലസ്ഥാനം. ഞാൻ ചോദിക്കാം, വണ്ടിയെ കുറിച്ച് നിങ്ങൾ പറയാം. വണ്ടിക്ക് എത്ര ഗിയർ ഉണ്ട്?
വണ്ടിക്ക് ഓട്ടോമാറ്റിക് എത്ര ഗിയർ ഉണ്ട്? DC അങ്ങോട്ട് അങ്ങോട്ട് 5 ഗിയർ ഉള്ളുണ്ട്. 6 ഗിയർ ഉള്ള എനിക്ക് അറിയത്തില്ല, മാനുവൽ എനിക്ക് അറിയാവുന്നുണ്ട്. 6 ഗിയർ ഉള്ളത് DCT എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, അതാണ് DCT. ഡ്യുവൽ ക്ലച്ച് ഇതാണ് CVT. CVT ഇതാണ് AMT. AMD കോമൺലി കോമഡി റിഫ്രഷ് യൂളി നോക്കുന്നടാ. നമ്മുടെ ഫ്ലൈറ്റും ലേസോ യാസിൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ഏത് കടയില് ബായിമാരെ കണ്ടാലും മലയാളിയാണെന്ന് ചോദിക്കും. പിന്നെ പിന്നെ ഡോക്ടറുടെ പേര് ആരതി വിജി എന്നാണ്. ആരതി പൾമോളജിസ്റ്റ്. ഓക്കെ, നിന്റെ മറ്റേ നമ്മുടെ നമ്മുടെ മന്തി ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടണ്ണ. എടാ ഒരു ഫോട്ടോ എടുക്കട്ടോ, തമ്മില് വെക്കാൻ ഉള്ള ആളാ. ചെസ്റ്റ് എടുത്തല്ലേടാ. ആ പിന്നെ നിനക്കല്ല പിന്നെ ആരും വണ്ടി എടുക്കും. എല്ലാരും കിയ സെൽറ്റോസ് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. കഴിഞ്ഞ വ്ളോഗിലെ പരാതികളെല്ലാം നമ്മൾ പിൻവലിച്ച് പരിഗണിച്ച് നമ്മൾ ഇങ്ങനെയാണ് ചോറ് എടുക്കുന്നത്. കഴിഞ്ഞ ആരും ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ മാത്രമേ കമന്റ് ഇട്ടുള്ളൂ. ഗ്യാസും കണ്ടില്ലേ കഴിഞ്ഞ വ്ളോഗ്? കണ്ടെന്ന് പറയാം. ഏതാണ് മറ്റേ കാട് വൃത്തിയാകണ? കാട് വൃത്തിയാക്കില്ലല്ലോ, ചക്ക വെട്ടുന്നു. അപ്പം കഴിഞ്ഞ വ്ളോഗ് ആരും കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് വരും. നമ്മളിപ്പോ മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം അവിടെ നിന്ന് വെട്ടി എഴുതുന്നു. നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം. ഒരു മൈനസ് വെച്ചാണ്ടാ കുറച്ച് മയോണൈസ് എടുക്കുക, കുറച്ച് ചിക്കൻ വയ്ക്കുക, കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അതിലൊരു വെപ്പുണ്ട്. തിന്നിട്ടാണോ ബൈ? നമ്മുടെ ലേസ് ഷവർമ വന്നിട്ടുണ്ട്. ടച്ചിങ് സൈഡ് മേടിച്ച ആരും കഴിക്കാൻ മേടിച്ച നമ്മുടെ മന്തി വന്നിട്ടാണ് ലേസ് ഷവർമ വന്നത്. മന്തി തീർന്നപ്പോ കിട്ടി. പിന്നെ മന്തിയെ പറ്റി ലാസ്റ്റ് റിവ്യൂ പറയാം. ഓക്കെ, എനിക്ക് തിരിയാൻ വയ്യ കൈ ഇതാണ്. ഓക്കെ, യാസിൻ ഞാൻ ലേസ് ഷവർമ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളല്ലേ? കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ഒരു 10 എത്ര റേറ്റിംഗ് കൊടുക്കും? 8. ലേസിന്റെ മസാലയും മസാലയല്ല ലേസും ഷവർമയും. That might be as fine. Same. 10 എത്ര റേറ്റിംഗ്? 8.5. ഇതിന് 6 പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് റിവ്യൂ പറയാം. ലാസ്റ്റ് എല്ലാം കൂടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മള് കഴിച്ചിട്ട് വരാം. മൂന്നാമതായിട്ടാണ് കഴിക്കുന്നതാണ്. നമ്മൾ ഇത്രയും കൂടെ പെപ്സി ഓർഡർ ചെയ്ത്, പെപ്സി അല്ല കോക്കോള ഓർഡർ ചെയ്തു. നമ്മൾ കഴിച്ചിട്ട് വരാം. ഫ്ലേവർ മാറ്റിയാല് കൊള്ളാം. ഹൈപ്പില്ല ഷവർമ
കുബൂസ് കഴിഞ്ഞിട്ട് അത് ലേസ് കഴിക്കും അതും ചിക്കൻ അതിന്റെ ലൈവ് ഷവർമ ബ്രോ ഫ്ലേവർ മാറ്റിയത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ചാറ്റ് മസാല ഇവർക്ക് എക്സ്പീരിയൻസ് കുറവാണ്. ഞാൻ കളത്തിലാക്കണം. നമ്മളപ്പോൾ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നാളെ അർജന്റീനയുടെ താഴെ ചെന്നിട്ട് പറയാം. 155 അങ്ങനെ 350 ഇവിടെ ആയി. നീ ആ 800 പിന്നെ കൂടെ ആയി. ഗൈസ് അപ്പോൾ ടോട്ടൽ 155 രൂപയായിട്ടുണ്ട്. ഇത് ഹിബായ്ക്ക് ഒരു യാസിൻ്റെ അനിയത്തിക്ക് ഹിബായ്ക്ക് ഒരു ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു. അങ്ങനെയാണ് 155 രൂപ വന്നത്. ഓക്കെ ഗൈസ്, ഈ മന്തി വറുത്തായിരുന്നു എന്ന് ചോദിച്ചാൽ മന്തി എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. മന്തി ഓക്കെ മന്തി ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് മീനിൻ്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. മീൻ മസാല വെച്ച് ചെയ്തിരിക്കും. ഗൈസ് അപ്പോൾ ഇർഫാനാണെങ്കിൽ പച്ചക്കറി മേടിക്കാൻ പോയി യാസിന് കൊടുക്കാൻ. യാസിൻ ബാത്റൂമിൽ വരെ പോയി. ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം വന്ന് കഴിച്ചു നിന്നു. റിവ്യൂ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ആ ലേസ് കൊള്ളായിരുന്നു. മന്തി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഓർഡർ ചെയ്തതിൻ്റെ ആണോ ജെല്ലിക്കെട്ട് എന്ന് പറഞ്ഞ മന്തിയാണോ ഓർഡർ ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു 6.57 റേറ്റിംഗ് കൊടുക്കാം മന്തിക്ക്. പിന്നെ നമ്മുടെ ഇത് ഏതായിരുന്നു ലേസ് ഫ്രൈസ് അത് പിന്നെയും കൊള്ളായിരുന്നു. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. മൊത്തത്തിൽ ടോട്ടലി കഴിച്ചെന്നാൽ 7.8 ഔട്ട് ഓഫ് 10 കൊള്ളാം എന്ന് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ അവർ വന്നിട്ട് ബാക്കി നമുക്ക് കാണാം. പിന്നെ സുഫിയാനെ നമ്മളൊരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു, എടുക്കണമെന്ന് പറയാൻ വന്നു. അവിടെ തീർന്നുപോയി, ഷവർമ തീർന്നുപോയി. അപ്പം സുഫിയാൻ അവിടെ ഇപ്പോൾ ഉണ്ട്. നാളെ അർജന്റീനയുടെ കളിയാണ്, അവൻ കളി കാണാൻ വരും. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പം അമ്മമാർ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, അല്ല വീട്ടിൽ പോയിട്ട് ബാക്കി എടുക്കും. ഓക്കെ, അങ്ങനെ യാസീൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. റിവ്യൂ പറയൂ. റിവ്യൂ എന്ന് പറയുമ്പം സെയ്ത്തിൻ്റെ റുമാനി റെസ്റ്റോറൻ്റാണ് എത്തിയിരിക്കുന്നത്. മന്തി ട്രൈ ചെയ്തു, ലേസ് ഷവർമ ട്രൈ ചെയ്തു. എല്ലാം കൂടെ ഒരു 7.5 നമ്മൾ കൊടുക്കും. അതെ, പ്രൈസ് കൊള്ളാം. എന്നാൽ പോലും നമ്മളെന്തോന്ന് ഓർഡർ ചെയ്തു? ജെല്ലിക്കെട്ട് മന്തി. ജെല്ലിക്കെട്ട് ഒരു പോരാ, സുഖമില്ല. പിന്നെ കുഴപ്പമില്ല, ബാക്കി മയോണൈസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. സർവീസ് കൊള്ളാം, എല്ലാം കൊള്ളാം. ഇനി അൻവറിൻ്റെ പറയൂ. പറഞ്ഞു. പിന്നെ ലേസ് ഷവർമ അത് അത്ര ഹൈപ്പായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നമ്മളെ റുമാനിയിൽ ബില്ല് എബോവ് 1000. നമ്മൾ 3 പേരാണ് കഴിച്ചത്. നമ്മൾ ഒരു ലോഡഡ് ഫ്രൈസ് പാഴ്സൽ വാങ്ങിച്ചു. അതെത്ര നോക്കി? ലോഡഡ് ഫ്രൈസ് 260 ചീസി ലോഡഡ് ഫ്രൈസ് ആണ്. കൊള്ളാന്ന് ഇവിടെ സജസ്റ്റ് ചെയ്തുകൊണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മളെ ലേസ് ഷവർമ കുഴപ്പമില്ല, ആവറേജ്. പിന്നെ മന്തി എബോ ആവറേജ്, അത്ര ഹൈപ്പും ഇല്ല, അത്ര നല്ല ടേസ്റ്റും ഇല്ല, കുഴപ്പമില്ല. പിന്നെ മയോണൈസും ഇതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെയാണ്, സർവീസ് എല്ലാം ഓക്കെയാണ്. ഇതാണ് കട. ഇത് ലൊക്കേഷൻ വരുന്നത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, വെമ്പായം ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയൊരു വ്ളോഗിലേക്ക് കാണാം. ഇന്നത്തെ വ്ളോഗ് പെട്ടെന്ന് സഡനായിട്ട് എടുത്ത വ്ളോഗാണ്. ഓക്കെ, യാസി വണ്ടി എടുത്തിരുന്നു. സഡനായിട്ട് എടുത്ത വ്ളോഗാണ്. അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് കാണാം. ഓക്കെ, ബൈ.